എനിക്ക് 19 വയസ്സേ ഉള്ളൂ. ഓൾമോസ്റ്റ് ഒരു ചെറിയ 19-20 വയസ്സ് എനിക്കുള്ളൂ. ഞാൻ അങ്ങനെ ഒരു വാലന്റൈൻസ് ഡേ എന്നുള്ള ഡേ വെച്ച് പ്രേമിക്കുന്ന ആളല്ല ആക്ച്വലി. എന്നൊക്കെ പറഞ്ഞ പ്രശ്നമുണ്ടോ കുറേ പേര് ചെയ്യാൻ ടൈമുണ്ട്. 20 വയസ്സ് മുതലേ ഞാനൊരു ആക്ടർ എന്നുള്ള സംഭവത്തിൽ നിൽക്കുന്നതാണല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല ഡേറ്റിംഗ് ആയിട്ട്. എൻ്റെ പൊന്നുമോളെ പരിപാടി പൂട്ടിക്കണം. കുട്ടുന്ന വിളിച്ചത് ആക്ച്വലി എക്സുകളെ അത് ഞാൻ വലിയ നല്ല അഭിനയം വാങ്ങില്ല. തോന്നിയിട്ടുള്ളത് ഫാസ്റ്റിന്റെ അഭിനയത്തിനോട് കേട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്. എന്തൊരു മനുഷ്യൻ അഭിനയാണെന്ന്. അങ്ങോട്ട് കേൾക്കുന്നത് ഞാൻ റിലീസ് പറയും. ഞാൻ എക്സ്പീരിയൻസ് പറയാം, പേര് ഞാൻ പറയുന്നില്ല. എന്തൊരു ഭംഗിയെ കാണാൻ. ബോളിവുഡ് നടനെ പോലെ തന്നെയുണ്ട് ചേട്ടാ. കണ്ണ് കാണുന്നല്ല ഭംഗിയെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഷോറീൽസ് എൻ്റർടൈൻമെൻറ്റിലെ അന്നയാണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഷോറീൽസ് എൻ്റർടൈൻമെൻ്റ് ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കുന്നത് ലിവിങ് ടുഗെദർ എന്ന സിനിമയിലൂടെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിലേക്ക് കാലെടുത്ത് വെച്ച് പിന്നീട് തമിഴ്, തെലുഗു തുടങ്ങിയ 30ഓളം സിനിമകൾ ചെയ്ത് ഓർഡിനറി, അയാളും ഞാനും തമ്മിൽ, ഡോക്ടർ ലവ് തുടങ്ങിയ സിനിമകളിലൂടെ ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച ചട്ടക്കാരിയിലെ പ്രണയ കാമുകൻ എന്നറിയപ്പെടുന്ന വിനീത് എന്ന ഹേമന്ത് മേനോൻ ചേട്ടനാണ് നമ്മുടെ കൂടെയുള്ളത്. വെൽക്കം ടു ദ ഷോ ചേട്ടൻ. ഹേമന്ത് ഏട്ടാ, അപ്പോൾ ശരിക്കും വിനീത് എന്നാണ് ചേട്ടൻ ശരിക്കുള്ള പേര്. അപ്പോൾ വിനീതിൽ നിന്നും ഹേമന്ത് എന്നുള്ള പേരിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? അതായത് ആരാണ് ആ പേര് സജസ്റ്റ് ചെയ്തത്? ഞാൻ ആദ്യ സിനിമ ചെയ്യുമ്പോൾ ഡയറക്ടർ ഫാസ്റ്റ് ആദ്യ സിനിമ ഡയറക്ട് ചെയ്തത്. അപ്പോൾ ആ സിനിമ ചെയ്യുമ്പോൾ ഒരുപാട് വിനീതുകളില്ല സമയത്ത്. നമ്മുടെ വിനീത് കുമാർ, വിനീതേട്ടുണ്ട്, പിന്നെ വിനീത് ശ്രീനിവാസനുണ്ട്, പിന്നെ വിനു മോഹൻ, കുറേ പേരുണ്ട്. അപ്പോൾ ആ ഒരു വിനു കോമൺ ടൈം വരണ്ട എന്ന് എഴുതിയിട്ടാണ് ഒരു മാറ്റം നമ്മൾ ചിന്തിച്ചത്. യുണീക്കായിട്ടുള്ള പേര് ആക്ച്വലി യുണീക്കായിട്ട് ഉദ്ദേശിച്ചില്ല. എൻ്റെ ഫസ്റ്റ് മൂവിയിലെ പേരിൻ്റെ ഒരു സാമ്യമുണ്ട്. ഹേമന്ത് എന്നുള്ള നെയിമിന് സാമ്യമുള്ള പേരാണ് ഞാൻ ഫസ്റ്റ് മൂവിൽ അഭിനയിച്ചപ്പോൾ ആ പേരിട്ടിരുന്നത്. അതെ, അപ്പോൾ ഞാൻ അന്ന് അതിൻ്റെ പേര് ഹേമേന്ദ്രൻ അങ്ങനത്തെ ക്യാരക്ടർ ഉണ്ട്. അപ്പോൾ അന്ന് ഞാൻ കൊച്ചു പയ്യനെ. അപ്പോൾ ഞാൻ സാറിന് തോന്നുന്നു സാർ ഈ ഹേമേന്ദ്രയുടെ പേര് മാറ്റി കുറച്ചുകൂടി ഒരു ഫ്രീക്കി യങ് പേര് സാറിനോട് ചോദിച്ചു ഞാൻ. അതുകൊണ്ട് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഇതാണ്. ഇതിന് കുറച്ച് പ്രായമുള്ള ക്യാരക്ടറാണ്. എനിക്കന്ന് 19-20 വയസ്സേ ഉള്ളൂ. ആ ക്യാരക്ടറിന് 28 വയസ്സെ ക്യാരക്ടറാണ്. അപ്പോൾ ആ ക്യാരക്ടറിന് പ്രായമുണ്ട്, നിങ്ങൾക്ക് പ്രായമില്ലെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അതിന് പുള്ളി സമ്മതിച്ചില്ല. പക്ഷെ സാറിന് മനസ്സിൽ സാധനം കിടപ്പുണ്ടായിരുന്നു. ഞാൻ ഈ ഹേമന്തിലെ പേര് ഞാൻ സജസ്റ്റ് ചെയ്തു, ക്യാരക്ടറിന് ചുരുക്കിയിട്ട്. പിന്നെ സാറിനെ പറഞ്ഞ് ഹേമന്ത് നമുക്ക് ഇഷ്ടമുള്ള പേരുള്ള അതിട്ടെന്ന് പറഞ്ഞ് പുള്ളി തന്നെ ഇൻട്രൊഡ്യൂസ് പറഞ്ഞ പേരാണിത്. ശരിക്കും ഈ ഫസ്റ്റ് മൂവിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്, ഇപ്പം ആദ്യത്തെ മൂവി ലിവിങ് ടുഗെദർ ആണ്. അപ്പം ആ മൂവിയിലേക്ക് എത്തിപ്പെടാനുണ്ടായ സാഹചര്യം, അതായത് ഞാൻ ഒരു സ്റ്റോറി അതിന് പിന്നിൽ കേട്ടിട്ടുണ്ട്, പക്ഷെ ചേട്ടന്റെ കുറെ ഇന്റർവ്യൂസിൽ പറഞ്ഞ കാര്യമാണ്. ഞാൻ അങ്ങനെ അഭിനയമോഹമുള്ള ഒരാളായിരുന്നില്ല. അഭിനയമോഹമില്ല, അഭിനയിക്കാൻ താല്പര്യമുള്ള ഒരു പേടുള്ള ആളാണ്. എനിക്ക് ഭയങ്കര സ്റ്റേജ് ഫിയറുള്ള ആളായിരുന്നു പണ്ടൊക്കെ. ഞാൻ ട്രെയിനിൽ പോകുന്ന സമയത്ത് അതൊക്കെ അതേ കേട്ടിട്ടുണ്ടാവും മിക്കവാറും. ആ സമയത്ത് ഞാൻ ഒരാളെ കണ്ടുമുട്ടി. നമ്മുടെ പഴയ ആക്ടർ ജോസ് പ്രകാശ് അല്ലേ, അദ്ദേഹത്തിന് മകനുണ്ട് രാജൻ ജോസഫ് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിന് ഞാൻ ട്രെയിനിൽ വെച്ച് കണ്ടുമുട്ടി. പുള്ളിനോട് ചോദിച്ചു, ഞാൻ അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചു. എനിക്ക് അഭിനയിക്കാൻ അറിയില്ല, എനിക്ക് എന്താണ് അഭിനയം ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ കാണാൻ ചിലപ്പോൾ ആപ്റ്റ് ആയിരിക്കും ലുക്ക് വൈസ്. ഞാൻ ഫോട്ടോ എടുക്കട്ടെ ചോദിച്ചു. ഞാൻ പുള്ളി ആ സമയത്ത് കുറേ മുമ്പാണ്, 10-11 ഇയേഴ്സ് ബാക്കാണ്. പുള്ളിയുടെ കയ്യിൽ ചെറിയ ക്യാമറ ഉണ്ട്. പുള്ളി ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ടുപോയി. എന്നിട്ട് അദ്ദേഹം അത് ഫാസ്റ്റ് സാറെ കാണിച്ചു, ക്യാമറയെ കാണിച്ചു. അവർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഓഡീഷന് ചെല്ലാൻ പറഞ്ഞു. ഓഡീഷന് പോയി. അപ്പോൾ അവർക്കൊന്നും എൻ്റെ അഭിനയം എനിക്കൊന്നും അറിയില്ല, എനിക്ക് ബാക്ക് ഒന്നുമില്ല. പക്ഷെ അവർക്ക് ഈ പറഞ്ഞ പോലെ ലുക്സ് ആ ക്യാരക്ടറിന് ആപ്റ്റെന്ന് തോന്നി. പിന്നെ എന്നെ ട്രെയിൻ ചെയ്ത് അങ്ങനെ അങ്ങനെ അങ്ങനെ. അപ്പോൾ ശരിക്കും സിനിമയിലേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹം പണ്ട് പോലെ ഉണ്ടായിരുന്നില്ല? ഇല്ല, പണ്ട് എനിക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ വൺസ് അത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പാഷനാണ്. ഇപ്പോൾ ഡെഫിനറ്റ്ലി പാഷൻ. പിന്നെ വേറൊരു കാര്യം, ഹേമന്ത് എന്ന വ്യക്തി ശരിക്കും സീരിയസ് ആണോ അല്ലെങ്കിൽ ഒരു ഫൺ ടൈപ്പ് ഓഫ്, എങ്ങനെയാണ് ചേട്ടൻ്റെ ഒരു ക്യാരക്ടർ പറയുകയാണെങ്കിൽ എങ്ങനെ പറയും? സീരിയസ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ ബേസിക്കലി ഭയങ്കര ഫൺ ലവിംഗ് ആയിട്ടുള്ള ആളാണ്. ഭയങ്കരമായിട്ട് തമാശകൾ പറയാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. നിലീന ചേച്ചി എങ്ങനെയാണ്? പുള്ളിക്കാരും ഭയങ്കര ഫൺ ലവിംഗ് ആയിട്ടാണ്. രണ്ടുപേരും ടൈപ്പ് ഓഫ് പീപ്പിളാണ്. പിന്നെ ചില കഥാപാത്രങ്ങൾ, ഇപ്പോൾ സിനിമയിൽ ഇപ്പം ഒരുപാട് കഥാപാത്രങ്ങൾ ചേട്ടൻ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും കഥാപാത്രങ്ങൾ ചെയ്യരുതായിരുന്നു എന്ന് തോന്നിയിരിക്കുന്ന ഏതെങ്കിലും ഉണ്ടോ? ഉണ്ടാവും, ഡെഫിനറ്റ്ലി. നമ്മളിപ്പോൾ ചില സമയങ്ങളിൽ ചില സിനിമകളിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പേര് ഞാൻ പറയുന്നില്ല. പക്ഷേ ചില സിനിമകൾ നമ്മൾ ആ സമയത്ത് ഇപ്പോൾ എസ്പെഷ്യലി ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ അറിയാത്ത, എനിക്ക് ഞാൻ ആദ്യ സിനിമ വെച്ചപ്പോൾ എനിക്ക് 19 വയസ്സേ ഉള്ളൂ. ഓൾമോസ്റ്റ് ഒരു ചെറിയ 19-20 വയസ്സ് എനിക്കുള്ളൂ. ചെറിയ പയ്യനാണ് ആ സമയത്ത്. അപ്പോൾ നമുക്ക് വരുന്ന സിനിമകൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് ഇൻട്രസ്റ്റ് ആണ്. കുറേ റീസൺസ് ഉണ്ടാവും. സെലക്ട് ചെയ്യാനും കഥ കേട്ടിങ്ങനെ അല്ലാന്നൊക്കെ ചിന്തിക്കാൻ മാത്രമുള്ള ഒരു അത്രയും സെൻസ് ഒക്കെ സമയത്ത് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ക്യാരക്ടേഴ്സിനേക്കാൾ ഉപരി ചില പടങ്ങൾ സിനിമ ഓൺ ദ ഹോൾ അത്ര നല്ലതായി വന്നിട്ടുണ്ടാവില്ല ആ സമയത്തൊക്കെ. അങ്ങനെ ഒരു 3-4 പടങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ.
എടുത്ത് പറഞ്ഞു ഡെഫിനറ്റ് അത് ഏജിന്റെ നമ്മൾ കഴിഞ്ഞ ഓർത്ത് ഞാൻ റിഗ്രറ്റ് ചെയ്യാറില്ല. ഇനിയിപ്പോ പുതിയ സിനിമകൾ, പുതിയ പ്രൊജക്ട്സ് എന്തൊക്കെയാണ് ഇനിയിപ്പോ ചേട്ടൻ ചെയ്യാൻ പോകുന്നത്? ഇപ്പൊ എനിക്കൊരു 3 മലയാളം മൂവി റിലീസ് ചെയ്യാനുണ്ട്. ഷൂട്ടിംഗ് കഴിഞ്ഞിരിക്കുന്നുണ്ട് 3 മലയാളം മൂവീസ്. ഒരെണ്ണം RS വിമൽ സാറിന്റെ പടം കഴിഞ്ഞിട്ടുണ്ട്, സണ്ണി വേനും വിജയ് ബാബു വേദിക അഭിനയിച്ച സിനിമ. ഞാനൊരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, വില്ലൻ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, പ്രോമിനന്റ് ക്യാരക്ടറാണ്. പിന്നെ മലയാളത്തിൽ വേറെ സിനിമ ഇപ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞത് നമ്മുടെ ശങ്കർ സാറില്ലേ, ശങ്കർ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ, പഴയ ആക്ടർ ശങ്കർ സാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞ എഴുത്തുവല സിനിമയുടെ പേര് എഴുത്തുവല. പോസ്റ്റ് പ്രൊഡക്ഷൻ ഷൂട്ട് എല്ലാം കഴിഞ്ഞ പടത്തിന്റെ. അതൊരു കുറച്ചൊരു കൊമേഴ്ഷ്യൽ എന്ന് പറയാൻ പറ്റില്ല, കുറച്ചൊരു ഒരു അവാർഡ് ബേസ്ഡ് സിനിമയാണ് അത്. ആ സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞു. അതിന്റെ പ്രിവ്യൂ റീസെന്റ് ഇന്നുണ്ടായിരുന്നു, അതിന്റെ പ്രിവ്യൂ ആക്ച്വലി ഇവിടേക്ക് വരുന്നതിന് മുമ്പ്. പിന്നെ വേറെ സിനിമ പേര് ഫൈനലൈസ് ചെയ്തിട്ടില്ല, ആ സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞിരിക്കുന്നുണ്ട്. ഈ 3 മൂവീസാണ് മലയാളത്തിലുള്ളത്. അതുപോലെ തമിഴിൽ എനിക്ക് വേറെ 3 മൂവി ഷൂട്ട് കഴിഞ്ഞിരിക്കുന്നുണ്ട്. തമിഴിലും ഒരു കന്നഡ മൂവി കഴിഞ്ഞിരിക്കുന്നുണ്ട്, ഷൂട്ടിംഗ് ഫെബ്രുവരി റിലീസ് ഉണ്ട്. പിന്നെ ഒരു തമിഴ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരു തെലുങ്ക് മൂവി ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ഫെബ്രുവരിയാണ്. അപ്പോൾ എന്തായാലും വാലന്റൈൻസ് ഡേ വരികയാണ്. അപ്പോൾ വാലന്റൈൻസ് ഡേ റിലേറ്റഡ് ആയിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാലന്റൈൻസ് ഡേക്ക് ചേട്ടൻ എത്ര ഡയറി മിൽക്കാണ് സാധാരണ മേടിക്കാറുള്ളത്? ഇപ്പോൾ ചേട്ടൻ ഡോക്ടറിലൊക്കെ ചെയ്ത സമയത്ത് ഒരുപാട് പെൺകുട്ടികൾക്ക് ചേട്ടൻ്റെ അടുത്ത് ഭയങ്കര ക്രഷൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണെങ്കിലും ചേട്ടൻ സാധാരണയായിട്ട് എത്ര ഡയറി മിൽക്കാണ് മേടിക്കാറുള്ളത്? ഞാൻ അങ്ങനെ ഒരു വാലന്റൈൻസ് ഡേ എന്നുള്ള ഡേ വെച്ച് പ്രേമിക്കുന്ന ആളല്ല ആക്ച്വലി. ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷമാണ് എല്ലാ ദിവസവും നമുക്ക് വാലന്റൈൻസ് ഡേ, നമുക്ക് അത്ര ആ മൂടാ നമുക്ക്. അങ്ങനെ ഞാൻ അങ്ങനെ ഒരുപാട് ഗിഫ്റ്റ് അങ്ങനെ ചോക്ലേറ്റ് ഒന്നും വാങ്ങുന്ന ആളല്ല. പണ്ട് നമ്മൾ ചെറിയ ക്രഷ് ചെയ്യുന്ന സമയത്തൊക്കെ ഓഫ് കോഴ്സ് വാങ്ങിച്ചിട്ടുണ്ടാവും. പക്ഷേ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ക്രഷ് ഉണ്ടായിരുന്നു? ക്രഷ് അല്ല, പ്രണയം ഉണ്ടായിരുന്നു. എനിക്ക് സീരിയസ് എന്ന് പറയാൻ പറ്റില്ല. കോളേജ് പഠിച്ച ശേഷമാണ് എനിക്കൊരു സീരിയസ് റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായത്. കോളേജ് പഠിക്കുമ്പോൾ ചെറിയ ക്രഷസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ ഇങ്ങനെ അങ്ങ് പോയി. പക്ഷെ അങ്ങനെ ചോക്ലേറ്റ് വാങ്ങിച്ചത് എനിക്ക് ഓർമ്മയില്ല. അവിടെ ആഫ്റ്റർ മാരേജ് ഒക്കെ എനിക്ക് 1-2 വാലന്റൈൻസ് ഞങ്ങൾ ആഘോഷിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. നിങ്ങൾ ആക്ച്വലി കണ്ടുമുട്ടിയതല്ല, നിങ്ങളുടെ ഫസ്റ്റ് ഡേറ്റ് വാലന്റൈൻസ് ഡേ ആണ്? അതെ, അതൊക്കെ അറിയാലോ. സ്റ്റഡി ചെയ്തിട്ടാണ്. അതെ, ഞങ്ങൾ ആദ്യമായിട്ട് ഒരു ഔട്ടിങ്ങിനൊക്കെ പോകുന്നത് വാലന്റൈൻസ്. ഓക്കെ. പിന്നെ വേറെ കാര്യം, ചേട്ടൻ ഒരുപാട് സ്ഥലങ്ങൾ ഒരുപാട് ഇന്റർവ്യൂസ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഭാവി വധുവിനെ കുറിച്ച് ചേട്ടൻ ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നിലീന ചേച്ചി ആ എക്സ്പെക്ടേഷൻസിന് അനുസരിച്ച ഒരു ആളാണോ? ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഒരു കാര്യം നമ്മൾ പറയുന്നത് കുറെ മുമ്പാണ്, അതൊരു 5-6 വർഷം മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യം എനിക്ക് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അത് കുറെ കാഴ്ചപ്പാട് കുറെ മാറി. ഇപ്പോൾ അതിലൊക്കെ ബേസിക് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിംഗ് ആണെന്ന് ഞാൻ മെയിൻലി പറഞ്ഞിട്ടുണ്ടാവും, എപ്പോഴും പറയുന്നതായിരുന്നു. അത് ഡെഫിനറ്റ്ലി ഷീസ് വെരി അണ്ടർസ്റ്റാൻഡിംഗ്, നല്ല സെൻസിബിൾ ആയിട്ടുള്ള ആളാണ്, വളരെ മെച്യൂർ ആയിട്ട് ചിന്തിക്കുന്ന ആളാണ്. പിന്നെ വേറെ പറഞ്ഞൊരു സംഭവം ഇല്ലാത്ത ഡ്രൈവിംഗ് എക്സ്പെർട്ട് ആണെന്ന് പറഞ്ഞിരുന്നു. ഡ്രൈവിംഗ് അറിയാം, പക്ഷെ എക്സ്പെർട്ട് ആകുന്നതിന് മുമ്പ് പുള്ളിക്കാരി പുറത്തേക്ക് പോകേണ്ടി UK പോയി പഠിക്കാൻ വേണ്ടി പോയി. ഇവിടെ എക്സ്പെർട്ട് ആയിട്ടില്ല, പക്ഷേ ഷീൽ റീച്ച് ദെയർ. ബാക്കിയെല്ലാം കൊണ്ടും ഓക്കെ ആണ്. അന്ന് പറഞ്ഞത് കുറച്ച് നമ്മൾ തള്ളി പറയുമല്ലോ, കല്യാണത്തിന് നമുക്ക് എന്തും പറയാം, പക്ഷെ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ഓക്കെ ആണ്, തെറ്റാണ്. ചേട്ടൻ പിന്നെ ഇതെല്ലാം ഈ പ്രണയം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആട്ടോ, കാരണം വാലന്റൈൻസ് ഡേ റിലേറ്റഡ് ആയതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. ചേട്ടൻ അഭിനയിച്ചേക്കുന്ന ഏതെങ്കിലും കോ ആക്ടേഴ്സിനോട് ഒരു ക്രഷോ അല്ലെങ്കിൽ ഒരു പ്രണയം തോന്നിയിട്ടുണ്ടോ? നമ്മൾ ശരിക്കും അഭിനയിക്കുമ്പോൾ എസ്പെഷ്യലി നമ്മൾ ഈ റൊമാൻസും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മളെ കോ ആക്ടറുടെ ചെറിയ ക്രഷ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. അത് ഉണ്ടാവണം, ഇല്ലെങ്കിൽ അതിനൊരു റിയാലിറ്റി വരില്ല. അത് ലാൻസറൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, അദ്ദേഹം ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമുക്ക് എപ്പോഴും ചെറിയൊരു അഫെക്ഷൻ അവിടെ തോന്നിയില്ലെങ്കിൽ അത് വർക്കൗട്ട് ആവില്ല, എത്രയൊക്കെ നമ്മൾ പറഞ്ഞാലും. ചെറിയ അഫെക്ഷൻ നമ്മൾ കാണിക്കുന്നു, അത് ആ ഷോട്ട് കഴിയുമ്പോൾ നമ്മൾ എൻഡ് ചെയ്യാൻ പറ്റണം. അപ്പൊ എല്ലായിടത്തും ഒരു ഇഷ്ടം നമുക്ക് ഉണ്ടാവും. അല്ല, പക്ഷെ ഞാൻ പറഞ്ഞുതരാം. പക്ഷെ അതിനുശേഷം ഈ പറഞ്ഞ പോലെ ക്രഷ് തോന്നിയ സംഭവം പറയാമെങ്കിൽ എനിക്ക് തോന്നുന്നു ഭാവന എൻ്റെ സെക്കൻഡ് മൂവിയിലെ ഹീറോയിൻ. അപ്പൊ അന്ന് ഞാൻ ചെറിയ പയ്യൻ, ഡോക്ടർ ലെവല്. അപ്പൊ ഭാവന ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ്, ഇപ്പൊ എന്നെ നല്ല ഫ്രണ്ട് കേട്ടോ, അതല്ല പറയുന്നത്. ആ സമയത്ത് നമ്മൾ വളരെ ചെറുപ്പത്തിൽ 20 വയസ്സായ സമയത്ത് ഭാവന ഇത്രയും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള, പ്രായം കൊണ്ടല്ല എക്സ്പീരിയൻസ് കൊണ്ടല്ല, ഇത്രയും നോൺ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് നമ്മുടെ വളരെ ഫ്രണ്ട്ലി ബിഹേവ് ചെയ്യുന്നു. വളരെ കൂളാണ് ഭാവന, ഭയങ്കര നല്ലൊരു ആർട്ടിസ്റ്റാണ്. കോവർക്കേഴ്സിന് ഭയങ്കര കംഫർട്ടബിളി വർക്ക് ചെയ്യാൻ പറ്റുന്ന ആർട്ടിസ്റ്റ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ക്രഷ് ഡെഫിനറ്റ്ലി ഫീൽ ആ സമയത്ത് ഫീൽ ചെയ്തിരുന്നു. ഇപ്പൊ ഞങ്ങൾ ഭയങ്കര ചിൽ ഫ്രണ്ട്സ് ആണ്. ചേട്ടൻ ആക്ച്വലി നിത്യാമേനോട് ഒരു ഭയങ്കര അതിന്റെ കൂടെ അഭിനയിച്ചിട്ടില്ലല്ലോ. നിത്യാമേനെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം, നല്ല ഭംഗിയായി സംസാരം, മറ്റേ നമ്മളെ ഓക്കെ കമ്പനിലൊക്കെ ഭയങ്കര ക്യൂട്ടല്ലേ, അങ്ങനെ കാണാനും സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഏതെങ്കിലും അല്ല ഒരു ക്രഷ് എന്നുള്ള രീതിക്കാണല്ലോ ചേട്ടൻ. പിന്നെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ അതോ ഇപ്പോഴും ഉണ്ടോ ഇത് ഡേറ്റിംഗ് ആപ്പിൽ ഏതെങ്കിലും അക്കൗണ്ട് ഉണ്ടായിരുന്നോ? ഇല്ല, എനിക്കത് ഇതുവരെ എടുത്തിട്ടില്ല. ഡേറ്റിംഗ് ആപ്സ് ഞാൻ വിശ്വസിക്കുന്നില്ല ഡേറ്റിംഗ് ആപ്പിനകത്തൊന്നും. അതൊന്നും നമുക്ക് അത്ര അങ്ങോട്ട് എനിക്കൊരാളെ മനസ്സിലാക്കിയിട്ട് മാത്രമേ കൂടുതലായിട്ട് ക്ലോസ് ആവും. ഡേറ്റിംഗ് ആപ്പ് അങ്ങനെ ചുമ്മാ റാൻഡംലി ഇൻസ്റ്റാഗ്രാം ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് മൈ തിങ്. ഐ ഹാവൻ ഫെൽ ലൈക്ക് ദാറ്റ്. പിന്നെ നമ്മൾ ഈ സെലിബ്രിറ്റി അങ്ങനെ ഒരു മേജർ ആൾക്കാരാകുമ്പോൾ ഇപ്പോൾ വർക്ക് ഓൾസോ ഡേറ്റിംഗ് ആപ്പ് നമുക്ക് അങ്ങനെ ഓപ്പൺലി യൂസ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ നാട്ടിലൊക്കെ. ഞാനിപ്പോൾ ചെറുപ്പം മുതലേ ഒരു 20 വയസ്സ് മുതൽ ഞാൻ അത്യാവശ്യം ഒരു 20 വയസ്സ് മുതലേ ഞാനൊരു ആക്ടർ എന്നുള്ള സംഭവത്തിൽ നിൽക്കുന്നതാണല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല ഡേറ്റിംഗ് ആപ്പ് ഒന്നും.
ഓക്കെ. കല്യാണത്തിന് ശേഷം എപ്പോഴെങ്കിലും ചേട്ടന്റെ എക്സിന് ചേട്ടൻ വിളിച്ചിട്ടുണ്ടോ? പിന്നെ ഡെഫിനറ്റ്ലി ഞങ്ങൾ ഇപ്പോഴും സംസാരിക്കാറുണ്ട്. ഗുഡ് ഫ്രണ്ട്സ്. നിലയ ചേച്ചിക്ക് അറിയാം അങ്ങനെ ഓഹോ ഓക്കെ. നമ്മൾ അതൊന്നും പ്രശ്നം അങ്ങനത്തെ പ്രശ്നത്തിന്റെ ആവശ്യമാണ്. നിലീന ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ളതാണ്. ഞാൻ എല്ലാം ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. പിന്നെ ചേട്ടനിപ്പം ഈ ഒരു ടൈമിൽ ചേട്ടൻ്റെ അടുത്ത് പറയാണ് ഒരു പാട്ട് നിലയ ചേച്ചിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ചേട്ടൻ ഏത് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യും? ഇതിന് എന്റെ പാട്ടൊക്കെ വാലന്റൈൻസ് ഡേ ഒക്കെ വരുവാണല്ലോ, അപ്പൊ ചേട്ടൻ ഒരു പാട്ട് റൊമാൻറ്റിക് ആയിട്ടൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഏത് പാട്ട് പറയും? ഞാൻ റീസെന്റ് ഒരു പാട്ട് അവൾക്ക് പാടിക്കൊടുത്തിരുന്നു നാട്ടിലെ സമയത്ത്. ഏത് പാട്ട് പേര് മറ്റേ മറന്നിട്ട് മഞ്ജുന നല്ല പാട്ടാണ് പാടിക്കൊടുത്തിരുന്നു. അത് റീസെന്റ് പാടിക്കൊടുത്തിരുന്നു ഞാൻ അവളവിടെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരുന്നത്. വേറെ ഏത് പാട്ട് അങ്ങനെ ഇഷ്ടമുള്ള പാടി കൊടുത്തായിരുന്നു? ആ പാടിയിട്ട് അത് വീഡിയോ ഒക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. പുതിയ ഏതെങ്കിലും, അതായത് അങ്ങനെയല്ല ഏതെങ്കിലും റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ട്? എനിക്ക് പെട്ടെന്ന് ഓർമ്മയില്ല പുതിയ പാട്ടിൽ. ഏതെങ്കിലും ജീവാംശമൊക്കെ പാടാനുള്ള പാട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒന്ന് ചേച്ചിനെ വിളിച്ചിട്ട് ഒന്ന് പാടാൻ പറ്റും? വിളിച്ചെടുത്താൽ മതി. പിന്നെ മാത്രം അവൾക്ക് എന്റെ പാട്ടിന് ഭയങ്കര ക്രിറ്റിസിസം ആണ്. അതുകൊണ്ട് വീഡിയോ കോൾ ചെയ്യാനായിട്ട് പറ്റുമോ? വീഡിയോ കോൾ ചിലപ്പോൾ എടുക്കാൻ സാധ്യതയില്ല. കാരണം അവിടെ ഏർലി മോർണിംഗ് അല്ലേ, ചിലപ്പോൾ സ്പീക്കർ ഫോണിൽ എടുത്താൽ നമ്മളെ ഭാഗ്യം. ഇങ്ങനെ അയാളോട് ഒരു കോൾ എടുക്കുമ്പോൾ സംസാരിക്കണേ നീ. ഹലോ ഹലോ ഐ മിസ് യു മോളെ. നിനക്ക് വേണ്ടി പാട്ട് പാടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് മനസ്സിലായി. ഇതൊക്കെ എന്നോട് പറഞ്ഞ് ചെയ്യിക്കേണ്ടത് ഇതൊക്കെ. നീ ഫോൺ എടുത്തു വന്ന് നിനക്ക് ഏത് പാട്ടാ പാടിത്തരണ്ടേ പറഞ്ഞോ. ഇവിടെ ഒരു റൗണ്ടാണ്. ഞാൻ നിനക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് പാടിത്തരുന്നു വാലന്റൈൻസ് ഡേക്ക്. ഞങ്ങൾക്ക് മനസ്സിലാവും ഓൾറെഡി. ഏത് പാട്ട് പാടണ്ടേ? നീ പറഞ്ഞോ. എനിക്കറിയുന്ന എന്താ പറയാ ശരിക്കും എണീറ്റുള്ളൂ പാട്ട് കഴിഞ്ഞാൽ ആ ഉറക്കം അങ്ങ് പോകും. കേട്ടാ ഉറക്കം അങ്ങ് പൊക്കോളും. പറഞ്ഞോ. എന്റെ പൊന്നുമോളെ പരിപാടി കൂട്ടിക്കളാൻ അതൊന്നും വേണ്ട. അതൊക്കെ ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള പാട്ടൊക്കെ പറയാം. എടീ വാലന്റൈൻസിക്ക് റൊമാൻറ്റിക് പാട്ട്. എന്റെ മേഘം കറക്കാന്നല്ല, വേറെ റൊമാൻറ്റിക് ആയിട്ടുള്ള സിമ്പിൾ പാട്ടൊക്കെ പറയാം. പറ, നീ ഒരു പാട്ട് പറ നോക്കട്ടെ. നിനക്ക് അറിഞ്ഞ പാട്ട് പറയാം. പറഞ്ഞു മറ്റേ പാട്ട് ഇനി പാടുന്നല്ലോ, അത് വേറെ പ്രാവശ്യം പാടിയതാ. കാര്യം മറ്റേ നമുക്ക് ഡോക്ടർ ലെവൽ മറ്റേ പാട്ട് പാടി. നിന്നോട് എനിക്ക് ആ പാട്ടില്ല, അത് പാടട്ടോ. പാട്ടോളാം. നിന്നോടെനിക്കുള്ള പ്രണയം ചൊല്ലുവാൻ ഞാൻ കാത്തിരുന്ന ദിനം, നിന്നോടെനിക്കുള്ള പ്രണയം ചൊല്ലുവാൻ ഞാൻ കാത്തിരുന്ന ദിനം, പ്രണയം പറഞ്ഞിടാൻ വയ്യാതെ നിന്നെ ഞാൻ പ്രണയിക്കുമീ സുദിനം, നിന്നെ പ്രണയിക്കുമീ സുദിനം. ഓക്കെ, അതെ പൊക്കോ. വേറെ ഇവിടെ ഒരു ചാനൽ ഇന്റർവ്യൂല, അപ്പൊ നിന്നെ വിളിച്ചു വന്നിട്ട് ഒന്ന് സർപ്രൈസ് ആയിട്ട് പറഞ്ഞു വിളിച്ചാണ്. ഓക്കെ നടക്കട്ടെ. ഇവിടെ ആനുണ്ട്, കൊടുക്കാം. ആന് കൊടുക്കാം, നിന്റെ പരിചയപ്പെടാൻ. സംസാരിച്ചു. ഹലോ 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 നിലീന. ഹലോ ഹായ്. അതെ, ചെറിയൊരു പണി കൊടുത്താണ് ആൾക്ക്. ആളുടെ അടുത്ത് ചോദിച്ചേ ഒരു പാട്ട് പാടി കൊടുക്കാവെന്ന് ചോദിച്ചു. വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലേ, ഒരു പാട്ട് പാടി കൊടുക്കാവെന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ ആക്ച്വലി നേരത്തെ ഏതൊരു പാട്ട് പാടി കൊടുത്തെന്ന് പറഞ്ഞില്ലേ? അറിയാതെ അല്ലേ? ഉറക്കത്തിന് ഇടയിൽ ശല്യപ്പെടുത്തത് സോറി കേട്ടോ. ഓക്കെ ശരി എന്നാ, ശരി ഓക്കെ ബൈ എന്നാ, ബൈ. ഓക്കെ. അതെ, എന്താ വിളിക്കണെന്ന്? കുടൂന്നോ? എന്തോ വിളിച്ചെന്നൊക്കെ. എന്നെ വിളിക്കുന്ന എല്ലാം ഏട്ടനെ വിളിക്കാറുണ്ട് ബേസിക്കലി. ഇതിപ്പോ പെട്ടെന്ന് വിളിക്കുന്ന ഉറക്കത്ത് വെച്ച് മാറിപ്പോയിരിക്കും. കുട്ടൂന്നാണോ കുടൂന്നാണോ? കുട്ടൂന്ന് വിളിച്ചത് ആക്ച്വലി. ആയിക്കോടാ കുട്ടു. ഓക്കെ. വൈഫിന് എപ്പോഴെങ്കിലും സർപ്രൈസ് കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ചെറിയ സർപ്രൈസ് കൊടുത്തിട്ടുണ്ട്. ഓഫ് കോഴ്സ്, ഡെഫിനറ്റ്ലി കൊടുത്തിട്ടുണ്ട്. എനിക്കൊന്ന് ബർത്ത്ഡേ ഞങ്ങൾ ഭയങ്കര ഗ്രാൻഡ് സെലിബ്രേറ്റ്. ഏതെങ്കിലും ഒരു സർപ്രൈസ് ഞങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പറ്റും? വൈഫിന്റെ ഞങ്ങൾ ആഫ്റ്റർ മാരേജ് 2 ബർത്ത്ഡേസ് വന്നിട്ടുണ്ട്.
2 ബർത്ത്ഡേസും ഞാൻ സർപ്രൈസ് ചെയ്തിട്ടുണ്ട്. ഒരു ബർത്ത്ഡേ ഞങ്ങൾ കൊറോണ സമയത്തായിരുന്നു, കൊറോണയുടെ പീക്കിലായിരുന്നു. അപ്പോൾ എനിക്കൊരു ആവശ്യം എന്നൊക്കെ പറഞ്ഞാൽ കൊച്ചിയിലേക്ക് കൊണ്ടുപോയി. കൊച്ചിയിലുള്ള അവളൊന്നും ഫ്രണ്ട്സ് ഉണ്ട്, ഒരു ഞങ്ങൾ സെറ്റ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തിട്ട് അവൾ അറിയാതെ ഒരു ഗ്രാൻഡ് ബർത്ത്ഡേ സെലിബ്രേഷൻ കൊടുത്തു. ആ സമയത്ത് കൊറോണയിൽ നിന്നുകൊണ്ട് തന്നെ. ശേഷം ലാസ്റ്റ് ബർത്ത്ഡേ, അതായത് UK പോകുന്നതിൻ്റെ ഒരു പ്രീവിയസ് മന്തിലൊരു ബർത്ത്ഡേ ഉണ്ടായിരുന്നു സെപ്റ്റംബറിൽ. അത് ഞങ്ങൾ കുറേ ഫ്രണ്ട്സിലൊക്കെ കുറഞ്ഞ ചെറായിലൊരു റിസോർട്ടൊക്കെ എടുത്ത് അവളൊന്നും പറയാൻ അവിടെ വരെ കൊണ്ടുപോയി. അപ്പോൾ അവൾക്ക് ഡ്രസ്സ് ഒന്നുമില്ല, എല്ലാം ഞങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഷി വാസ് ലൈക്ക് ഒന്നും അറിയില്ല, എൻ്റെ ഒരു ആവശ്യത്തിന് പോകാന്ന് പറഞ്ഞാൽ കൊച്ചിയിലേക്ക് പോകുന്നത്. അവിടെ എത്തിയപ്പോൾ ചെറിയ തിരിയുമ്പോഴാണ് സംശയം പുള്ളിക്കറി. ഇവർക്ക് ഭയങ്കര ബുദ്ധിയാണ്, പെട്ടെന്ന് കത്തും സംഭവങ്ങളൊക്കെ. ഏകദേശം മനസ്സിലായി എന്തോ സർപ്രൈസ് ആണെന്ന്. അപ്പോൾ സർപ്രൈസ് എൻ്റെ ഡ്രസ്സ് പോലും ഒന്നുമില്ല, നാച്ചിക്കരുന്നില്ല, ഒന്നും എടുത്തില്ല പുള്ളിക്കാരി. അപ്പോൾ ഡ്രസ്സൊക്കെ ഓൾറെഡി ഞങ്ങൾ സെറ്റ് വെച്ചിരുന്നു. ഡ്രസ്, ബർത്ത്ഡേ ഗിഫ്റ്റ് എല്ലാം സെറ്റ് വെച്ചിട്ട് അവിടെ നിന്ന് നല്ലൊരു ബർത്ത്ഡേ പാർട്ടി കൊടുത്തിരുന്നു. അങ്ങനത്തെ കുറേ സർപ്രൈസ്. ചേട്ടന് തന്നേക്കുന്ന ഏതെങ്കിലും സർപ്രൈസസ് ഉണ്ടോ? ഇത് ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിട്ട് തന്നേക്കുന്ന ഏതെങ്കിലും ഗിഫ്റ്റ്സോ സർപ്രൈസ്? അതായത് കല്യാണം കഴിഞ്ഞ സമയത്ത് ഇനീഷ്യലിയൊക്കെ ഈ സമയത്ത് എൻ്റെ ബർത്ത്ഡേ ഒക്കെ വന്നിരുന്നു. അപ്പോൾ പുള്ളിക്കാരെ ഇതുപോലെ കുറേ എന്തൊക്കെ ഗിഫ്റ്റ്സ് ഒക്കെ വാങ്ങിച്ച്, അന്ന് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുറേ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ച് എനിക്ക് തന്നിരുന്നു. ഇൻട്രസ്റ്റിംഗ് സർപ്രൈസ്. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് റീസെൻ്റ്ലി ഫ്രണ്ട്സ് വന്നപ്പോൾ കുറേ ഗിഫ്റ്റ് കൊടുത്തയച്ചു. അങ്ങനെ കുറേ വരുന്നുണ്ട്. അതായത് UK എപ്പോഴാണ് തിരിച്ചു വരാം? അതായത് ഫെബ്രുവരിയിൽ ഉണ്ടാവും ആളിവിടെ. ഫെബ്രുവരി 14 പ്രോബ്ലം എനിക്ക് വേണ്ടി ഒരു 4 മാസം കഴിയും. അപ്പൊ ഫെബ്രുവരി 14 നിങ്ങൾ എന്താ പ്ലാൻസ്? അതായത് ലോങ് ഡിസ്റ്റൻസ് ഡേറ്റിംഗ് ആണ്, സ്പിരിച്വൽ ഡേറ്റിംഗ്. ഞാൻ ഷൂട്ടിലായിരിക്കും എന്തായാലും. പിന്നെ ചേട്ടാ, എൻ്റെ അമ്മ ഒരു ടീച്ചറാണ് കേട്ടോ. അപ്പൊ ചേട്ടൻ്റെ അമ്മയും ടീച്ചറാണ്. അപ്പൊ എനിക്കറിയാം, അതായത് ടീച്ചേഴ്സിന്റെ മക്കളാകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു സ്ട്രിക്ട്നെസ് ഒക്കെ ഭയങ്കരമായിട്ട്. അപ്പൊ ചേട്ടൻ ആക്ച്വലി സ്കൂളിൽ പഠിക്കുമ്പോൾ എങ്ങനെയായിരുന്നു? ഭയങ്കര ഗുഡ് ബോയ് ടൈപ്പ് ആയിരുന്നു, അതോ ഒരു വലിയ കെയറിംഗ് ഒന്നും? അത് അങ്ങനെയല്ല, അറിയാലോ ഉത്തരം താങ്കളെ ഞാൻ പറയേണ്ട ആവശ്യം, എനിക്ക് ഉത്തരം അറിയണ്ടാവുമല്ലോ. നമ്മൾ ഭയങ്കര ഗുഡ് ബോയ് ടൈപ്പ് ആയിരിക്കും, കാരണം നമുക്ക് കുറെ പരിമിതികളുണ്ടാവും, കാരണം നമ്മൾ അങ്ങനെ വളർത്തിക്കൊണ്ട് പോകില്ലേ. പക്ഷെ എന്നാലും ആഫ്റ്റർ പെർട്ടിക്കുലർ പോയിന്റ് നമുക്ക് ഇത് ആഫ്റ്റർ 10th വരെ നമ്മൾ 9th 10th വരെ നമ്മൾ ഗുഡ് ബോയ് ആയിട്ട് പോയിട്ട് പിന്നെ അങ്ങോട്ട് അലമ്പായി. അതിന് ശേഷം അതുവരെ നല്ല കുട്ടിയായിരുന്നു. പിന്നെ അങ്ങോട്ട് നമ്മൾ പിന്നെ ഇപ്പം ചേട്ടൻ ഒരുപാട് സിനിമകൾ ചെയ്തു. ഇപ്പോൾ ചാമിനാറിലാണ് ചേട്ടൻ ഒരു വില്ലൻ നെഗറ്റീവ് റോളാണ് ചെയ്തത്. അതുപോലെ ചട്ടക്കാരിലാണെങ്കിൽ ഒരു റൊമാൻറ്റിക് ഒരു അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു. പിന്നെ ഡോക്ടർ ലവിലാണെങ്കിലും ഭയങ്കര ഒരു സൈലന്റ് കഥാപാത്രമായിരുന്നു. ചേട്ടന് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ഏത് റോൾ ചെയ്യാനായിട്ടായിരുന്നു? എനിക്ക് ഇപ്പോൾ പഴയത് മാറ്റിയെടുക്കുക. ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ചെയ്യാൻ കുറച്ച് നെഗറ്റീവ് റോൾസ് ചെയ്യാൻ എനിക്ക് ഇഷ്ടം. കാരണം ഞാൻ നമുക്കൊന്നൊരു പെർഫോം ചെയ്യാൻ പറ്റും. എന്നെ കണ്ടു കഴിഞ്ഞൊരു ആൾക്കാർക്ക് ചിലപ്പോൾ തോന്നുന്നൊരു പാവം ചിലർക്ക് തോന്നാറുണ്ട്, എന്നെ പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ മുഖത്ത്. അപ്പോൾ ഞാൻ അങ്ങനെ ആൾക്കാർക്ക് നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുമ്പോൾ ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം ഞാൻ എൻജോയ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യണം. അതിനിപ്പോൾ എൻ്റെ കന്നഡ മൂവിൽ ഞാൻ ആന്റി ഹീറോ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. അത് എനിക്ക് ചാലഞ്ചിങ് തോന്നിയിട്ട് നെഗറ്റീവ് ചാലഞ്ച് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഈസി നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ. പിന്നെ കുറച്ചൊക്കെ റൊമാൻസ് ചാലഞ്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം കമ്പാരിറ്റീവ്ലി, കാരണം നെഗറ്റീവ് ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ. നെഗറ്റീവ് ക്യാരക്ടർ റൊമാൻറ്റിക് ആണ്. അതെ, ഇപ്പൊ നമ്മൾ ഇവോൾവ് ആയി വരുന്തോറും കൂടുതൽ നെഗറ്റീവ് എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം കുറേ മൂവീസ് ചെയ്യുന്നുണ്ട്, അതൊക്കെ ഭയങ്കര സക്സസ്ഫുൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ഒക്കെ. അപ്പോൾ രണ്ട് റൊമാൻറ്റിക് ടഫ് എന്നല്ല, അവിടെയൊക്കെ എനിക്ക് ഈസിയാണ്. പക്ഷേ സ്റ്റിൽ നെഗറ്റീവാണ് എനിക്കൊന്നും ഇഷ്ടം ചെയ്യാൻ. എനിക്ക് ഭയങ്കര പാഷൻ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യണം. ഓക്കെ, ദ മാജിക് നമ്പർ 369, അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പ്രേക്ഷകരായിട്ടൊന്ന് ഷെയർ ചെയ്യാമോ? കുറച്ച് മുമ്പെടുത്ത സിനിമയാണ്, പക്ഷേ ആ സിനിമ എനിക്ക് തോന്നുന്നു എനിക്ക് ഭയങ്കര ക്ലോസ് ടു ആയിട്ട് സിനിമയാണ്. ഡയറക്ടറിൻ്റെ ഫ്രണ്ടായിരുന്നു. ഞങ്ങളൊരു ഫാമിലിയായിട്ട് ചെയ്ത സിനിമയാണ്. അത് ഭയങ്കര ക്ലോസ് ടു ഫാമിലി ആയിട്ട് ചെയ്ത സിനിമയാണ്. അതിൽ ക്യാരക്ടർ ഈ പറഞ്ഞതുപോലെ ആദ്യം കുറേ പോസിറ്റീവ് ഷെയ്ഡിൽ മാത്രം പോയിട്ട് ലാസ്റ്റ് ഭയങ്കര ഗ്രേഷ് ആയിട്ട് മാറുന്ന ഒരു ക്യാരക്ടറായിരുന്നു. അത് പോസിറ്റീവ് തന്നെ, പക്ഷേ ഒരു ഭയങ്കര ഗ്രേഷ് ആയിട്ടുള്ള ആംഗിൾസുള്ള ഒരു ക്യാരക്ടറായിരുന്നു അത്. അതിപ്പോൾ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത ക്യാരക്ടറാണ്. നല്ലൊരു റോളായിരുന്നു. എനിക്ക് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയ ക്യാരക്ടറാണത്. ഈ ഓൺലൈൻ ഇറങ്ങിയ ശേഷം ഒരുപാട് പേര് കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു. പിന്നെ ലാംഗിനെ കുറിച്ചുള്ള വിശേഷങ്ങളും അതൊരു പാട്ട്, അത് നല്ലൊരു പാട്ടായിരുന്നു. കേട്ടിട്ടുണ്ടോ അറിയില്ല, നല്ല സോങ് ആണ്. മറ്റേ ഫൈസൽ റാസ് കമ്പോസ് ചെയ്തൊരു പാട്ടാണ്. അപ്പോൾ ഞാൻ അങ്ങനെ അധികം മ്യൂസിക് വീഡിയോസ് ചെയ്യുന്ന ആളല്ല. എനിക്ക് അങ്ങനെ റാൻഡം ആയിട്ടുള്ള പാട്ടിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല. ഞാൻ വെറുതെ നമ്മൾ ചുമ്മാ ഒരു പേരിന് വീഡിയോ ഇഷ്ടപ്പെടുന്ന ആളല്ല ഞാൻ. അപ്പോൾ ഈ പാട്ട് കേട്ടപ്പോൾ എനിക്കൊരു ഭയങ്കര യൂണീക്നെസ് ഫീൽ ചെയ്തു. കേട്ടേ മനസ്സിലാവും? കേട്ടില്ലല്ലോ. പിന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന ആളെ സ്റ്റഡി ചെയ്തിട്ട് വേണമല്ലോ വരാനായിട്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാടാം. അപ്പോൾ കേട്ടപ്പോൾ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ നല്ല വിഷ്വൽസ് വന്നിട്ടുണ്ടോ? വിഷ്വൽസ് നല്ല ഭംഗിയായിട്ട് സൂഫി മൂഡിൽ പോകുന്നൊരു പാട്ട്. ഫൈസൽ മൊത്തം എപ്പോഴും ചെയ്യുന്നൊക്കെ അങ്ങനത്തെ കുറച്ചൊരു റെയർ സാധനങ്ങളാണ് പുള്ളി ചെയ്യുന്നത്. ഫൈസൽ റാസി മറ്റേ നമ്മുടെ ഞാനും ആളില്ലേ കുമരത്തിലെ ആ ചെയ്ത ഡയറക്ടറാണ്, മ്യൂസിക് ഡയറക്ടർ. ഏതെങ്കിലും കഥാപാത്രങ്ങൾ, അതായത് ഇപ്പം എന്താ പറയാ, നെഗറ്റീവ് റോൾസ് അല്ലാതെ ചാലഞ്ചിങ് ആയിട്ട് ചെയ്യാൻ താല്പര്യമുള്ള വേറെ ഏതെങ്കിലും ടൈപ്പ് ക്യാരക്ടർ റോൾസ് ഉണ്ടോ? പിന്നെ കോമഡി അധികം ചെയ്തിട്ടില്ല സിനിമയ്ക്കകത്ത്, കുറച്ച് ചെയ്തിട്ടുള്ള കോമഡി. അപ്പോൾ എനിക്കൊരു കോമഡി സംഭവം ചെയ്യാൻ ആഗ്രഹമുണ്ട്. കാരണം ഞാൻ ബേസിക്കലി കോമഡി ടൈമിംഗ് അത്യാവശ്യം ഉള്ള ആളാണ്. നമ്മൾ ഈ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കരമായിട്ട് കുറേ ചളികൾ വാരി എറിയുന്ന ആളാണ്. നല്ലപോലെ കോമഡി പറയുന്ന ആളാണ് ഫ്രണ്ട്സിനൊക്കെ. അപ്പോൾ അതെനിക്ക് നന്നായിട്ട് ഫലിപ്പിക്കാൻ പ്രതീക്ഷ എനിക്കുണ്ട് കോമഡിയൊക്കെ. അപ്പോൾ അത് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കുറച്ച് ടഫാണ് കോമഡി ചെയ്ത് ഫലിപ്പിക്കാൻ. അപ്പോൾ അത് പറഞ്ഞ് ട്രൈ ചെയ്യുന്ന ആഗ്രഹം. അങ്ങനെ പൊതുവേ നമ്മൾ ഈ ഫിസിക്കൽ കാണുമ്പോൾ ആൾക്കാർ കൂടുതലും ഇങ്ങനെ ഒന്നെങ്കിൽ ഭയങ്കര
ഈ ഫൈറ്റും സംഭവമൊക്കെ അങ്ങനത്തെ റോൾസ് കൂടുതലും കിട്ടുന്നത് നമുക്ക്. അങ്ങനത്തെ കുറച്ച് നല്ല കോമഡീസും കിട്ടിയേക്കോളം എനിക്ക് ആഗ്രഹമുണ്ട്. ചേട്ടൻ ഹൊറർ മൂവീസ് കണ്ട് പേടിച്ചിട്ടുണ്ടോ? ഞാൻ ഹൊറർ മൂവീസ് കാണുന്നത് കുറവാണ്. പക്ഷേ ഈ ഹൊറർ കഥകൾ എൻ്റെ വൈഫ് കുറച്ച് ഇങ്ങനെ കുറെ കഥയൊക്കെ പറയും. ഹൊറർ മൂവീസ് എനിക്ക് അങ്ങനെ പേടിക്കാറില്ല, ശരി വരെ മിക്കവാറും. ശരിക്കും ഈ 2 ജോൺറ മൂവീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലോ, അതായത് കോമഡി പടങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കുറച്ച് ഫീൽ ഗുഡ് പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഹൊറർ മൂവീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ്? ഞാൻ ഹൊറർ മൂവീസ് ഇഷ്ടപ്പെടുന്ന ആളല്ല ആക്ച്വലി. ബേസിക്കലി എൻ്റെ പക്ക ഹൊറർ എനിക്ക് അങ്ങനെ ത്രില്ലിംഗ് തോന്നാറില്ല. പക്ഷേ എൻ്റെ വൈഫിന് ഭയങ്കര ഇഷ്ടം ഹൊറർ മൂവീസ്, വളരെ എൻജോയ് ചെയ്യുന്ന ആളാണ്. എനിക്ക് ബേസിക്കലി കോമഡി സിനിമകൾ അല്ലെങ്കിൽ കുറച്ച് ആക്ഷൻ അങ്ങനത്തെ റൊമാൻറ്റിക് ഒക്കെ ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അല്ല, ആൾക്ക് കാണുമ്പോൾ പേടിയൊന്നുമില്ല, നിന്നെ ചേച്ചിക്ക് ഭയങ്കര എൻജോയ് ചെയ്ത് കാണും. ചെറുപ്പം മുതലേ അവർ കാണുന്നതുകൊണ്ട് ഇങ്ങനത്തെ ഹൊറർ പടങ്ങളൊക്കെ. ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു പടം ഹൊറർ മൂവി, ഹൊറർ ത്രില്ലർ മൂവി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നല്ലൊരു സബ്ജക്റ്റ് അത്. അപ്പോൾ ഹൊറർ എനിക്ക് ഞാനിപ്പോൾ ഒരു ആസ് എൻ ആക്ടർ ചിന്തിക്കുമ്പോൾ നമ്മളെപ്പോഴും നമുക്ക് എൻ്റെ ബാക്ക് കാണാൻ പറ്റും കാരണം ഷൂട്ട് ചെയ്യുമ്പോഴേ. അപ്പോൾ അങ്ങനെയാണ് ഹൊറർ അത്ര ഇമ്പാക്ട് കിട്ടത്തില്ല. പേടിക്കത്തില്ല. അപ്പോൾ ചേട്ടൻ പിന്നെ കുക്ക് ചെയ്യോ? ഞാൻ ഇതുവരെ കുക്ക് ചെയ്യില്ലായിരുന്നു. പക്ഷേ വൈഫ് പോകുന്ന ശേഷം കുക്കിംഗ് പഠിച്ചു. എനിക്ക് വേണ്ട, എൻ്റെ ഭക്ഷണം എപ്പോഴും ഡയറ്റ് ഭക്ഷണം ഞാൻ കഴിച്ചോണ്ടിരിക്കുന്നത്. നിങ്ങളുടെ മാരീഡ് ലൈഫിൽ കുക്ക് എന്ന് പറയുന്നത് വൈഫ് നല്ല കിടലൻ കുക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. മാക്സിമം ബ്രെഡൊക്കെ ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെ ചൂടാക്കുന്ന സംഭവങ്ങളൊക്കെ. പക്ഷെ പുള്ളിക്കാരി പോയപ്പോൾ എനിക്ക് തന്നെ ഞാൻ തനിച്ചായ താമസമൊക്കെ കൊച്ചിയിൽ. അപ്പോൾ എനിക്ക് ഐ ഹാവ് ടു സർവൈവ്. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് കുക്കിംഗ് പഠിച്ചു. എനിക്ക് വേണ്ടത് മാത്രം, എനിക്കങ്ങനെ വളരെ കുറച്ച് ഭക്ഷണങ്ങൾ മതി. എനിക്ക് ബോഡിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ആളായതുകൊണ്ട് തന്നെ കുറച്ച് അതൊക്കെ പഠിച്ചു. പിന്നെ മലപ്പുറമാണോ എറണാകുളമാണോ ഇഷ്ടം? അതായത് കംഫർട്ടബിൾ എവിടെയാണ്? കംഫർട്ടബിൾ ടു ലിവ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊച്ചി ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാ റിസോഴ്സും ഉണ്ട്, ഒന്നുകൂടെ ഹാപ്പനിങ് ആണ്. എല്ലാത്തിനും യൂസ്ഫുൾ കൊച്ചി തന്നെയാണ്. പക്ഷെ നമ്മൾ മനസ്സോടെ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും മലപ്പുറമാണ്. കാരണം നല്ല ഒന്നും കൂടെ നല്ല ആൾക്കാരാണ്, ഭയങ്കര ജെന്യൂൻ ആണ്. മനസ്സിലൊന്നും വെച്ചൊന്നും പുറത്ത് കാണിക്കുന്ന ആൾക്കാരല്ല മലപ്പുറത്തുള്ളവർ. എല്ലാവരും വളരെ ഫ്രം ദ ഹാർട്ടാണ്. കൊച്ചിയിലേക്ക് നമുക്ക് ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഫുള്ളി. കാരണം പീപ്പിൾ ടെൻ ടു ഹാവ് എ ഡിഫറെൻറ്റ് ഫേസ് ബിഹൈൻഡ് ദം. എല്ലാവർക്കും ഒരു വേറെ ഫേസ് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മനസ്സുകൊണ്ട് എനിക്ക് ഇഷ്ടം മലപ്പുറമാണ്. പക്ഷേ I'm living here, I'm happy here. ചേട്ടാ, ഇനി കുറച്ച് yes or no questions ആണ്. യെസ് അല്ലെങ്കിൽ നോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏതെങ്കിലും ഒരു മൂവി കണ്ടിട്ട് ഇറങ്ങി ഓടാൻ തോന്നിയിട്ടുണ്ടോ? ഏതാന്ന് പറയണ്ട, yes or no. Definitely, പിന്നെ very much. ഏതാന്ന് പറയുകയായിരുന്നെങ്കിൽ നമ്മൾ ഈ ഫീൽഡ് വർക്ക് ചെയ്യുന്ന ആളല്ലേ, അവർക്കൊരു വിഷമല്ലേ. പക്ഷേ എനിക്ക് ഒരുപാട് മൂവീസ് കണ്ടിട്ട് തോന്നിയിട്ടുണ്ട്. വളരെ അപൂർവ്വം തോന്നാറുള്ളൂ. ഞാൻ മാക്സിമം മൂവീസ് പിടിച്ചിരുന്ന് കാണുന്ന ആളാണ്. എനിക്ക് അതിനൊരു ബാക്കപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, ഏതെങ്കിലും സ്വന്തം മൂവിയാണോ? അത് പിന്നെ സ്വന്തം മൂവിയാണോ? എനിക്ക് ഞാൻ കാണാറില്ല സ്വന്തം മൂവീസ് ഒന്നും. സ്വന്തം മൂവീസ് കാണാറില്ല. ഡബ് ചെയ്യുമ്പോൾ കണ്ട പിന്നെ അധികം കാണുന്നത് കുറവാണ്. നല്ല അത്ര നല്ല മൂവി കാണാറില്ല ഞാൻ. ഡബ് ചെയ്യുമ്പോൾ ഏകദേശം നമ്മളെല്ലാം കാണും ഡബ് ചെയ്യുമ്പോൾ തന്നെ. അല്ല, അത് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അത് കാണാൻ ഒരു ചില മൂവീസ് എനിക്ക് അങ്ങനെ എത്രയും ഇഷ്ടമുള്ള മൂവീസ് ഞാൻ കാണും, 2-3 പ്രാവശ്യം കാണും. ചില മൂവീസ് നമ്മൾ ഡബ് ചെയ്ത് നമുക്ക് തോന്നുന്നത് കാണാൻ. ഇതുവരെ കാണാത്ത അങ്ങനെ എന്തെങ്കിലും മൂവീസ് ഉണ്ടോ? പറയാൻ പറ്റില്ല. അല്ല, യെസ് ഓർ നോ പറഞ്ഞാൽ മതി. യെസ്, ഡെഫിനറ്റ്ലി യെസ്. പിന്നെ 2-3 മൂവീസ് ഞാൻ കാണാറുണ്ട്. അത് നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ സബ്ബല്ലേ, അത് പറ്റിപ്പോയ പടങ്ങൾ ഒരു സബും കൂടെ ചോദിച്ചോട്ടെ. ഏതെങ്കിലും മൂവി ലൈക്ക് ഇപ്പൊ എന്റെ അമ്മയ്ക്കൊക്കെ ലൈക്ക് മൂവി ഭയങ്കര ബോറിംഗ് ആണെങ്കിൽ അമ്മ തിയേറ്ററിൽ നിന്ന് ഉറങ്ങും. ചിലപ്പോൾ അമ്മ ഉറങ്ങിപ്പോവും അവിടെ. പിന്നെ അമ്മനെ എണീപ്പിച്ചിട്ട് ഇന്റർവൽ ടൈമിലൊക്കെ. അതുപോലെ ഏതെങ്കിലും മൂവീസ് കാണുമ്പോൾ ഉറങ്ങിപ്പോയിട്ടുണ്ട്? ഞാൻ ഉറങ്ങിപ്പോയിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ മാക്സിമം മൂവീസ് ഞാൻ ഫുൾ കണ്ടുക നോക്കും. നമുക്ക് ഈ ഫീൽഡിൽ കഷ്ടപ്പെടാൻ അറിയുന്നതുകൊണ്ട് തന്നെ മാക്സിമം കണ്ടുക നോക്കും. പക്ഷെ തീരെ സഹിക്കാൻ പറ്റില്ലെങ്കിൽ ഇറങ്ങിപ്പോരും. ഉറങ്ങിയ സമയമാണല്ലോ ആവശ്യമില്ല, പുറത്ത് ഉറങ്ങാലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അത് ഞാൻ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ. കല്യാണം കഴിഞ്ഞ ടെക്സ്റ്റിനെ വിളിച്ചിട്ടുണ്ടോ? നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ. ഓക്കെ, എക്സുകളെ അപ്പൊ എത്ര പ്രണയം ഉണ്ടായിട്ടുണ്ട്? ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, ഉറക്കത്തിൽ കൂർക്കം വലിച്ചിട്ടുണ്ടോ? ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് നോക്കാം. നമുക്ക് അറിയാൻ പറ്റില്ല ഉറക്കം. നീ ഉറങ്ങി കുറുക്കം വലിക്കാറുണ്ടോ? ഞാൻ കുറുക്കം വലിക്കാറില്ല. വേണ്ട ഒരു നിഗമനം. വിശ്വാസമല്ലോ, ഉറപ്പൊന്നുമില്ലല്ലോ. ഇതുവരെ ഞാൻ കുറുക്കം വലിച്ചിട്ടില്ല. അല്ല, എന്റെ അടുത്ത് അങ്ങനെ പപ്പയമ്മ പറയണ്ടാണോ? പറഞ്ഞിട്ടില്ല. നിലിന്റെ ചേച്ചി അങ്ങനെ പറയണ്ടല്ലേ? ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ വല്ലപ്പോഴൊക്കെ, ഒരുപാടില്ല, ചെറുതായിട്ടൊക്കെ വലിക്കാറുണ്ട്. അത് നമുക്ക് ചില സ്ട്രെസ് ഒക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഉറങ്ങും അങ്ങനെയൊക്കെ ആയിരിക്കും. ഇടയ്ക്ക് വലിക്കാറുണ്ട്. ഒരു സീരിയസ് വലിക്കാറല്ല, കുറുക്കം വലിക്കാറില്ല, ചെറുതായിട്ട് മൈന്യൂട്ടായിട്ട് ഇടയ്ക്ക് വലിച്ചാലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ ദേഷ്യം കാരണം തെറി പറഞ്ഞിട്ടുണ്ടോ? ഫുൾ ടൈം തെറി പറഞ്ഞോണ്ടിരിക്കും. എന്റെ വേറെ ഫ്രണ്ട് ഉണ്ട്, അവൻ തെറി മാത്രം പറയും ഫുൾ ടൈം. അവൻ ഡ്രൈവിംഗ് കൂടുതൽ തെറി പറയുന്നത്. ഒരു സ്റ്റെപ്പ് ഓടിക്കുക തെറി പറയാം. പിന്നെ കൊച്ചിക്കോടൊക്കെ ആണെങ്കിലും ഭയങ്കര ഞാൻ വരുമ്പോൾ തന്നെ എന്ത് തെറി പറഞ്ഞു തരും. എനിക്ക് ലാസ്റ്റ് തോന്നി ഞാൻ തന്നെ ഭയങ്കര മോശമായി പോയല്ലോ, നിർത്തി അവസാനം. ഞാൻ തിരക്ക് പിടിച്ചിട്ട് വരുമ്പോൾ ഭയങ്കര ചിലർക്ക് മാറാൻ നിൽക്കല്ലോ, അല്ലെങ്കിൽ നോക്കാറില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനഃപൂർവ്വം ആരുടെയെങ്കിലും കോള് റിജക്ട് ചെയ്തിട്ടുണ്ടോ? അത് ഓഫീസ് ആയിരിക്കുമല്ലോ. ഞാൻ ഫോൺ വരുമ്പോൾ നോക്കി അറിയാറുണ്ട്. കഴിഞ്ഞോ എടുക്കാറില്ല, റിജക്ട് ചെയ്യാറില്ല. കട്ടായി പോക്കോട്ടെ, നമ്മൾ ആരും വിഷമിപ്പിക്കണ്ടല്ലോ. ഫോൺ എടുത്തിട്ട് ഓണാക്കി സൈലന്റ് കേൾക്കും, റിങ്ങി നോക്കിയിരിക്കും, സൈക്കോ മോഡിൽ കട്ടാവുന്ന വരെ. കൊള്ളാം, നൈസ്. അല്ല, എയറോപ്ലെയിൻ മോഡിലൊക്കെ ഇടാറുണ്ടോ? അങ്ങനെയല്ല, ശരിക്കും വളരെ അപൂർവം. എനിക്ക് അങ്ങനെ ഞാൻ അങ്ങനെ ആരോടും എനിക്ക് എടുത്തിട്ട് താല്പര്യം മോത്തി പറയുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് സംശയിക്കാൻ താല്പര്യം കട്ട് ചെയ്യുന്നതാണ് ഞാൻ പൊതുവേ. അപ്പോൾ അത്രയും പാവ ആൾക്കാരെ ഞാൻ എന്ത് ചെയ്യും, എടുക്കില്ല, ഇറങ്ങി നോക്കോടെ ഞാൻ. ഓക്കെ,
ഇപ്പോൾ ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ? പിന്നെ നമ്മളെപ്പോഴും ലൈഫിലും പ്രണയിച്ചുകൊണ്ടിരിക്കില്ലേ? ആരെയാണ് പ്രണയിക്കുന്നത്? ആരായിരിക്കും പ്രണയിക്കുന്നത്? ആരായിരിക്കും നിങ്ങൾ പ്രണയിക്കുന്നത്? എന്താണ് ഇതിന്റെ ഉത്തരം ആരായിരിക്കും പ്രണയിക്കുന്നത്? എന്ത് ഉത്തരം പ്രതീക്ഷിക്കുന്നത് നീ പറയാൻ മിനിന് ചേച്ചി അല്ലാതെ ഇല്ല, കല്യാണം കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം നമ്മൾ ഭാര്യനെ പ്രേമിച്ചു കൊണ്ടുപോകുന്നത് നമ്മൾ സന്തോഷം. ഗുഡ് ബോയ്. നെക്സ്റ്റ് പിന്നെ നമ്മൾ സിനിമയെ പ്രണയിക്കുന്നുണ്ട്. മറ്റേ താത്തികുമാരൊക്കെ പറയുന്ന പോലെ എന്റെ പ്രണയം സിനിമയോടാണ്. അതല്ലാതെ പാട്ടിനോട് പ്രണയമുണ്ട്. ഇപ്പൊ എനിക്ക് സിനിമയോട് ഭയങ്കര പ്രണയമാണ്, ഭയങ്കര ഇഷ്ടമാണ്, ക്രേസ് ആണ്, ഒരു പാഷനാണ്. ആക്ച്വലി നമ്മളത് വിചാരിക്കാതെയാണ് ഇൻഡസ്ട്രി. ആദ്യത്തെ കുറെ കാലം ആയിരുന്നില്ല. ഞാൻ ഇങ്ങനെ ഒരു ഓളത്തിൽ ഇങ്ങനെ കുറെ കാശ് ഉണ്ടാക്കുന്നു. എനിക്കിപ്പോൾ പറഞ്ഞ പോലെ ഞാൻ വളരെ നോർമൽ ഫാമിലി എന്നുള്ളതാണ്, ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്നുള്ള. അപ്പോൾ എനിക്ക് കുറെ കാശ് ചുമ്മാ കിട്ടും, എനിക്കൊന്നും കാശൊന്നും ചെയ്യാനില്ല, ഭയങ്കര ഈസി ലൈഫായി മാറി. അപ്പോൾ എനിക്ക് ആ ഒരു പാഷൻ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ എനിക്ക് അതിന് ആ ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ എൻ്റെ ആക്ടിങ് ഇമ്പ്രൂവ് ചെയ്യണമെന്നും അത് ഞാൻ വലിയ നല്ല അഭിനയൊന്നും ആയിരുന്നില്ല, എനിക്കറിയാൻ പറയുന്നു കുറേയൊക്കെ. പക്ഷേ പിന്നെ ഇപ്പം എനിക്കൊരു വാശിയായി, ഐ ഹാവ് ടു പ്രൂവ് മൈസെൽഫ്. കാരണം നമ്മൾ ഇത്രയും കാലം നമുക്ക് ഭാഗ്യം കിട്ടി, അല്ലെങ്കിൽ ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ അല്ലെങ്കിൽ കുറച്ച് കാലമായിട്ട് ഐ എം ട്രൈങ് ടു ഇംപ്രൂവ് റിയലി അലോട്ട്. ഇപ്പോൾ വരുന്ന കുറച്ച് മൂവീസൊക്കെ നന്നായി വരുന്നുണ്ട് പറയുന്നത്. സെറ്റിൽ ചേട്ടൻ എപ്പോഴും വഴക്കുണ്ടാക്കിയിട്ടുണ്ടോ? ഞാൻ ഈ അടുത്ത ആ കുട്ടിയുടെ പേര് പറഞ്ഞില്ല, പാവകുട്ടി. ഈ സെറ്റിൽ എനിക്ക് ഇങ്ങനെ ചില ആൾക്കാരുണ്ട്, നമ്മളിങ്ങനെ ഇപ്പോൾ നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ചിരിക്കും മുഖത്ത് നോക്കിയിട്ട്, നമ്മളൊരു സീരിയസ് കാര്യം പറയായിരിക്കും. റെസ്പോൺസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതെ, സിനിമ അഭിനയിക്കാറുണ്ടോ? ഉണ്ടല്ലോ. അപ്പോൾ ചിലർ ഈ ക്യാമറ ബാക്ക് വെച്ച് അഭിനയിക്കുമ്പോൾ ആ കുട്ടി മുമ്പ് ഒരു പ്രാവശ്യം ഇതുപോലെ ചിരിച്ചു. ആ കുട്ടി കേൾക്കുന്നത് ഞാൻ റിലീസ് പറയും, ഞാൻ എക്സ്പീരിയൻസ് പറയാം, പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ മുമ്പ് ഒരു പ്രാവശ്യം പോലെ ഞാൻ ഇങ്ങനെ നമ്മൾ അല്ലാത്ത ചിരിച്ചത് ആ കമ്പനി സംസാരിക്കുകയും ചെയ്യുമല്ലോ. അങ്ങനെ ഞാൻ ഇങ്ങനെ അവിടെ നിന്ന് നടന്നു ഞാൻ പുള്ളിക്കാരി ചിരിക്കും. ഞാൻ ആക്ച്വലി അത് വില്ലൻ ക്യാരക്ടർ ചെയ്യുന്നത്. ഞാൻ കൂളായിട്ട് ഞാൻ ചിരിച്ചു നോക്കിയും പുള്ളിക്കാരി ചിരി വന്നു. പുള്ളിക്കാരി മനസ്സിലാക്കുന്നില്ല ഞാൻ അഭിനയിച്ചായിരുന്നു ആക്ച്വലി. അപ്പോൾ നമ്മൾ നാച്ചുറൽ ആയിട്ട് കൊണ്ട് ആയിരിക്കുന്നില്ല. ഇപ്പോൾ അങ്ങനെ അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ചിരിക്കുന്നത് ഒരു സ്മാർട്ട് റൈറ്റ് തോന്നി ആദ്യം പറഞ്ഞു ഞാൻ. പിന്നെ തേർഡ് ഡേ വീണ്ടും ഇതുവരെ ചിരിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് നാളാണ് ചൂടായി. പക്ഷെ എനിക്ക് തോന്നി വേണ്ടായിരുന്നുള്ളത്, പക്ഷെ അത് ചൂടായിരുന്നു. ആളപ്പം നമുക്ക് ഈ റെസ്പോൺസ് കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിലും ചുമ്മാ ഇരുന്നാൽ നമുക്ക് കുഴപ്പമില്ല. ചിരിച്ച് നമ്മൾ ചെയ്യുന്നൊക്കെ മറന്നുപോയില്ല, നമ്മൾ പ്ലാൻ ചെയ്ത് വന്നിട്ടില്ല ഇങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫിലിം സ്റ്റാർസിന് ജാട ഉണ്ടെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ചിലർക്കൊക്കെ ഓബ്വിയസ്ലി ഉണ്ട്. ചിലരൊക്കെ അനാവശ്യമായിട്ടുള്ള ജാട കാണിക്കുന്ന ആൾക്കാരുണ്ട്, എനിക്കറിയുന്ന ചില ആൾക്കാരുണ്ട്. പക്ഷെ അല്ലാത്ത ഒരുപാട് പേരുണ്ട് കാണിക്കാത്ത അനാവശ്യം കാണിക്കാത്ത. പേര് പറയണ്ടല്ലോ, ഒന്നുകൊണ്ട് പേര് ഒരാളൊക്കെ എനിക്കിപ്പോൾ ഓർമ്മ ഒരാളുണ്ട്. ഗോസ്റ്റിംഗ് അല്ല, നമ്മൾ വളരെ ക്ലോസ് ആയിട്ടിരുന്ന ആള് ഒരു പ്രാവശ്യം പുള്ളി ഒരു ഭയങ്കര സ്റ്റാർട്ടിലേക്ക് സമയത്ത് പുള്ളി ചെറിയായിട്ട് ഗോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നെ കണ്ടില്ല, എനിക്കറിയില്ല. പക്ഷെ അല്ലാത്ത കുറേ പേരുണ്ട്. ഇപ്പോൾ ടൊവിനോ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ടൊവിനോ എനിക്ക് ഇഷ്ടം. ദുൽഖർ ഇസ് എ ജെം ഓഫ് എ പേഴ്സൺ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദുൽഖർ. ഞാനിവിടെ ആഡ് ചെയ്തിരുന്നു ദുൽഖറിൻ്റെ കൂടെ. ദുൽഖറാണെന്ന് നമുക്ക് തോന്നില്ല, അത്രയും സിമ്പിൾ ആയിട്ടുള്ള, ഭയങ്കര ഹമ്പിളാണ്, ഭയങ്കര കൂളാണ്. നമുക്കിപ്പോൾ ദുൽഖർ സൽമാൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ മൈൻഡിൽ മമ്മൂക്കയുടെ മകൻ സച്ച സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറാണ്. പക്ഷെ ദുൽഖറോട് നമ്മൾ പോയിരിക്കുമ്പോൾ നമ്മളിപ്പോൾ എങ്ങനെ ഇരിക്കുന്നത് ഇതേ വൈബ് ദുൽഖർ തരുള്ളൂ. ഒരു തരത്തിലും ജാട കാണിക്കില്ല, ഭയങ്കര കൂളാണ്, ഭയങ്കര തമാശകൾ പറയും. ഇപ്പോഴും ആ ഒരു ദുൽഖറായിട്ടൊരു കണക്ഷൻ ഉണ്ടോ? അതായത് അങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഞങ്ങൾ അങ്ങനെ ഒരുപാട് അഭിനയിച്ചിട്ടില്ല. ഞങ്ങൾ ആഡ് ചെയ്തിരുന്നു, ഒരു സിനിമ ചെയ്തിരുന്നു. സിനിമ കുറച്ചുണ്ടായിട്ടുള്ളൂ. അപ്പോൾ ആഡ് സമയത്ത് നമ്മൾ 2 ദിവസം ഒരുമിച്ചുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വെച്ചാൽ ഇത്രയും നമ്മൾ അങ്ങനെ ആവണം, ഹമ്പിൾ ആവണം എപ്പോഴും. ദുൽഖർ ഒരു പ്രൈം എക്സാമ്പിൾ ആണ് ടു ബി ആൻ ആക്ടർ. ടൊവിനോ ഇസ് ഡീസെന്റ്. ഉണ്ണി ഈസ് നൈസ്. ഉണ്ണി മൂന്നും നല്ലൊരാളാണ്. പുള്ളി എന്താ പറയുക, കുറച്ച് ദേഷ്യക്കാരൊക്കെ ആണെങ്കിലും വളരെ നല്ലൊരാളാണ്, വളരെ ജെന്യൂൻ ആയിട്ടുള്ള ആളാണ്. ഈ പറഞ്ഞ ഇഷ്യൂസ് ഒക്കെ ദേഷ്യം കൊണ്ട് സംഭവിച്ചത്. അത് പുള്ളി സ്പോണ്ടേനിയസ് ആണ്, നമ്മൾ എന്തുണ്ടോ അത് പുള്ളി തുറന്നു പറയും, അത്രേ ഉള്ളൂ. പക്ഷെ നല്ല ആളാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ചേട്ടനപ്പം ഇപ്പം സിനിമയിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് ഒരു ഫ്രണ്ട് എന്ന് പറയാനായിട്ട്, ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാനായിട്ട് ആരുടെ പേര് പറയും? ഞാൻ അങ്ങനെ സിനിമയിൽ ഒരുപാട് ബെസ്റ്റ് ഫ്രണ്ട്സ് എനിക്ക് ഇല്ല, സത്യം പറഞ്ഞില്ല. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഫ്രണ്ട്സ് സിനിമയിൽ എനിക്ക് കീപ്പിന്നില്ല. ക്ലോസ് ഫ്രണ്ട്സ് ഒരുപാട്, പക്ഷേ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് കുറവാണ്. പിന്നെയും കുറച്ചൊക്കെ ഞാൻ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന രമ്യ നമ്പീഷൻ ഉണ്ട്, നല്ലൊരു ഫ്രണ്ടാണ്. രമ്യ ഇസ് എ ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. ബാക്കി അങ്ങനെ ഒരുപാട് ക്ലോസ് ഫ്രണ്ട്സ് കുറവാണ്. വൈബ് കാണിക്കുന്ന രമ്യ മനഃപൂർവ്വം അങ്ങനെ ഫ്രണ്ട്സ് അങ്ങനെ വെക്കാത്ത കിട്ടും നമുക്ക് സിനിമയിൽ. ഒരുപാട് ബെസ്റ്റ് ഫ്രണ്ട്സ് ആവാത്ത നല്ലത്. സിനിമ അങ്ങനത്തെ ഫീൽ, എല്ലാവരും കോമ്പറ്റീഷൻ അല്ലേ. എല്ലാവരും മനസ്സിനുള്ള കോമ്പറ്റീഷൻ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ സംഭവം നല്ല ഉദ്ദേശിക്കുന്നത്, എന്നാലും ഒരു കോമ്പറ്റീഷൻ മനസ്സ് എപ്പോഴും അവന് സംഭവം എന്തെങ്കിലും ഉണ്ടാവും എല്ലാവരുടെ അടുത്തും. ഇല്ലെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. നമ്മൾ എല്ലാവരും നല്ല വൈബ് കീപ്പ് ചെയ്ത് പോവുക. ഇപ്പം ഞാൻ ഒരാളുടെ ഫ്രണ്ട് ആകുമ്പോൾ സമയം എടുക്കും. ഞാൻ ഭയങ്കര ചൂസ് ആയിട്ടുള്ള ആളാണ്, എനിക്ക് പെട്ടെന്ന് ഫ്രണ്ട്സ് ആകാൻ പറ്റില്ല. രമ്യ എൻ്റെ ലോങ് ടൈം ഫ്രണ്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒരേ സ്റ്റാർസ് ആണ്, ഒരേ മന്ത് ഒക്കെയാണ്, നമുക്ക് ഒരേ വിശ്വസിക്കണ്ടോ? ഡെഫിനറ്റ്ലി. ഏതാണ് ഗസ് ചെയ്യാൻ പറ്റുമോ? അല്ല, ക്ലോസ്, ഐ മീൻ എർത്ത് സൈൻ. ഇത് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളിച്ചോട്ടോ, അങ്ങനെയല്ല, ആൾക്കാർക്ക് ചിലപ്പോൾ കാണാൻ താല്പര്യം ഉണ്ടാവില്ല. ഏതെങ്കിലും നടനോട് അസൂയ തോന്നിയിട്ടുണ്ടോ? അസൂയ എനിക്ക് അങ്ങനെ തോന്നുന്നൊരു വികാരം. പക്ഷെ എനിക്ക് പൃഥ്വിരാജ് എന്നുള്ള പുള്ളിനെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ചെറുപ്പം മുതലുള്ള എൻ്റെ സ്റ്റാർ ഐക്കൺ പൃഥ്വിരാജാണ്. അതായത് ലാലേട്ടൻ നമുക്ക് ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷെ ഞാനൊരു
ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്ത് ആണ് ഈ പുതിയ മുഖമൊക്കെ ഇറങ്ങുന്നത്. അപ്പോൾ അതൊക്കെ എനിക്ക് പുള്ളിനെ ഞാൻ പുള്ളിയോട് അഭിനയിച്ചിട്ടുണ്ടെയാണ്. എനിക്ക് പുള്ളിനെ ഭയങ്കര ഒരു അസൂയ വന്നിട്ട് പുള്ളിയുടെ അടുത്ത് മാത്രമാണ്. അത് ലുക്ക് വൈസ് ആണെങ്കിലും അതായത് പുള്ളിയുടെ ആ ഒരു സ്വാഗും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി ആ ഒരു രീതിയും പ്രസന്റേഷനും സംസാരവും ഒക്കെ ആ ജെനുവിനെസ് ആ ഫ്രാങ്ക്നെസ് ഒക്കെ എനിക്ക് ഭയങ്കര അങ്ങനെ എൻവിനെസ് അങ്ങനെ ചിലരുടെ ഭാഗ്യം നല്ല വളരെ ലക്കി കുറെ പേരുണ്ട്. എൻവി എന്നൊന്നും അറിയില്ല, എല്ലാവരും അതേ രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. നമുക്ക് അസൂയ ഒന്നുമില്ല. പക്ഷെ എനിക്ക് ഇങ്ങനെ കൊള്ളാം വാവ് തോന്നിയിട്ടുള്ളത് പൃഥ്വിരാജാണ് മെയിനായിട്ടും. നമ്മൾ ആ ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ സമയത്തുള്ള ആളായതുകൊണ്ട് തന്നെ ഒരു യൂത്ത് സ്റ്റാർ എന്നുള്ളതിൽ പൃഥ്വിരാജ് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് തോന്നിയിട്ടുള്ളത് ഫഹദ് ഫാസിലിന്റെ അഭിനയത്തിനോട് കേട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്. എന്തൊരു മനുഷ്യന്റെ അഭിനയം എന്നുള്ളത് ഫഹദിന് എനിക്ക് ഭയങ്കര ഇഷ്ടം. ആസ് എൻ ആക്ടർ കണ്ണും പുള്ളിയുടെ പെർഫോമൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അസൂയ തോന്നിയിട്ട് എനിക്ക്. അടുത്ത ക്വസ്റ്റ്യൻ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചിന്തിച്ച് ഉത്തരം പറയാം. കുളിക്കാതെ സെറ്റിൽ പോയിട്ടുണ്ടോ? ചാൻസ് കുറവാ. ഞാൻ ഇതുവരെ പോയിട്ടില്ല. പോയിട്ടുണ്ട്. കാരണം ചില ദിവസം രാവിലെ നേരത്തെ പോകാനൊക്കെ പറയും. ഇപ്പൊ രാത്രി കുളിച്ചാൽ കിടക്കും. ഏർലി മോർണിംഗ് പേഴ്സൺ അല്ല. എനിക്ക് ഏർലി മോർണിംഗ് ഭയങ്കര പാടായിരുന്നേക്കാൻ. പക്ഷെ ഞാൻ അങ്ങനെ രാത്രി കുളിച്ച് കിടന്നപ്പോൾ ജസ്റ്റ് ഒരു സെക്കൻഡിൽ കുളിച്ചങ്ങ് പോകും. പക്ഷെ വെള്ളം ആക്കാതെ ഞാൻ പോകാറില്ല. എനിക്കത് മസ്റ്റാണ്. വീട്ടുകാർക്ക് നല്ലപോലെ പ്രഷർ താങ്ങാനുള്ള ഒരു കഴിവ് നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചു വരികയാണ്. ഫസ്റ്റ് ഞാൻ ഈ ഷംന കാസിനോട് ഞാൻ പ്രേമ എന്നൊക്കെ പറയാൻ അവിടെ കണ്ടിരുന്നതാണ്. ഭാവന ഇസ് എ വെരി സ്വീറ്റ് പേഴ്സൺ. ഭയങ്കര നല്ല ആളാണ്. ഇപ്പോഴും വി കീപ്പ് ഇൻ ടച്ച്. ഇപ്പോൾ നല്ല ഞാൻ ഷൂട്ടിന് പോകുമ്പോൾ ഞാൻ ഡമ്പലൊക്കെ എടുത്തോണ്ട് പോകും. ഷൂട്ടിന് പോകുമ്പോൾ റൂമിന് ചെയ്യാൻ എനിക്കൊരു ഭയങ്കര ഒരു വിഷമം. കുഴപ്പമില്ല, നല്ല വേറെ ഡീസൻ്റ്. നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുഴപ്പമില്ല, നല്ല വേറെ.